എൻ്റെ ജീവിതത്തിലെ സിനിമാഭിനയത്തിന് സ്വാമി സ്ലോട്ട് വന്ന് താമസിക്കുന്ന കാലം എനിക്ക് പടങ്ങൾ വളരെ കുറവാണ്, വളരെ കുറച്ച് പടങ്ങൾ. ലാലിലെ നന്മയുള്ള ഒരു കൊച്ചനിയനെ കുറിച്ച് പറയാൻ പോകുന്നത് എമോഷണലായിട്ട് തന്നെ പറയേണ്ട ഒരു സാഹചര്യം ഇത്. എൻ്റെ ഒരു വീട്ടിലെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ എനിക്ക് കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നു, തകർന്നിരിക്കുക. എൻ്റെ 10 പൈസ ഇല്ല. പക്ഷേ വെളിയിലത്തെ ഇമേജ് എന്താണ്? സിനിമാ നടനല്ലേ. മാതാപിതാക്കൾ പോലും എന്തോ ധരിക്കുന്നത്? മിലിറ്ററി ക്യാപ്റ്റൻ ആയിരുന്നതിന് ശേഷം അവൻ സിനിമാ നടനായിരിക്കുക. സാമ്പത്തികമായിട്ട് വല്ല കുഴപ്പമുണ്ടോ? പടങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ നമ്മുടെ ബുദ്ധിമുട്ട് നമുക്കെല്ലാം അറിയുള്ളൂ. നമുക്ക് വണ്ടി ചെക്കുകൾ കിട്ടുന്ന കാലം അത്. ലക്ഷങ്ങളോ അല്ലെ 50,000-ൻ്റെ ചെക്ക് തന്നാൽ അത് ബാങ്കിലിട്ടാൽ ഒരിക്കലും ബാങ്കിൽ നിന്ന് പൈസ ആയിട്ട് വന്നിട്ടില്ല. അതിങ്ങനെ പറന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കളിച്ചിട്ടുണ്ട്. എൻ്റെ പേര് ഞാൻ പിന്നെ കൊണ്ടിടും. അങ്ങനെ ഓടി നടക്കുന്ന കാലത്ത് മാതാപിതാക്കൾക്ക് പോലും ഞങ്ങളുടെ ഈ സിനിമയിലെ ബുദ്ധിമുട്ട് അറിയാത്ത ഒരു കാലത്ത് എനിക്കൊരു വലിയ ബുദ്ധിമുട്ട് വന്നു. എനിക്കൊരു 10, 20,000, 40,000, 50,000 രൂപയുടെ ആവശ്യം വന്നു. അത്രയുള്ള എമൗണ്ട്. അക്കാലത്ത് അത് വലിയ എമൗണ്ടാണ് എനിക്ക്. ഞാൻ അന്ന് ആരോട് ചോദിക്കും? എനിക്ക് എളുപ്പം കൊണ്ട് വീട്ടിൽ കൊടുത്തേ വെക്കുള്ളൂ. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഞാനപ്പോൾ മനസ്സിൽ വന്ന ഒരു വലിയൊരു പ്രൊഡ്യൂസറെ കൊടുത്തു. ഒരു 5-6 പടം ഞാൻ ചെയ്ത് കൊടുത്തു. സൂപ്പർ ഹിറ്റാക്കി കൊടുത്ത ഒരു മനസ്സാക്ഷി ഇല്ലാതെ ആ പ്രൊഡ്യൂസർ, ഞാൻ പറയുന്നില്ല പേരൊന്നും ആരുടെ പറയില്ല, ആ മനസ്സാക്ഷി ഇല്ലാതെ പ്രൊഡ്യൂസർ ക്യാപ്റ്റൻ ഒരു രക്ഷയില്ല, ഞാൻ അങ്ങനെയാണ്, ഇതാണ് കയ്യിലൊന്നുമില്ല, അതാണ് പറഞ്ഞത് ആയിരിക്കാം, നമുക്കറിയില്ല. എന്തായാലും ഞാൻ മനപ്രയാസപ്പെട്ട് അവിടുന്ന് ബൈ പറഞ്ഞു വിട്ടു. പിന്നെ എൻ്റെ മനസ്സ് പറഞ്ഞു, അന്ന് മോഹൻലാൽ പ്രിയൻ്റെ ഒരു പടം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക ചെന്നൈയിൽ. ഞാൻ ചെന്ന് പ്രിയൻ്റെ സെറ്റിൻ്റെ ഒരു സൈഡിൽ പോയി ഞാൻ ആ പാടെ ഡിസപ്പോയിൻറ്റഡാണ്. ഞാനിങ്ങനെ കൈയൊക്കെ കെട്ടിരുന്ന് ദൂരെ നിന്ന് ലാൽ അടുത്ത് വന്നു, ഓടി വന്നു. ഒരു കളങ്കമില്ലാതെ ഞാൻ പറയാം. ഓടി വന്നിട്ട് എൻ്റെ കൈക്ക് പിടിച്ചു. രാജാ ഇതെന്താ ഇങ്ങനെ ഭയങ്കര ഡള്ളായിരിക്കുന്നത്, മൂകനായിരിക്കുന്നു, മോഹൻലാൽ ഇങ്ങനെ വല്ലാതായിരിക്കുന്നുള്ളൂ, എന്താ കാരണം? ലാൽ ഒരു കാര്യം പറയാം.